ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ആദ്യകാലം മുതൽ ഈ പാർട്ടിയെ എന്നോടൊപ്പം നിന്ന് നയിക്കുകയും എൻ്റെ സീനിയർ ലീഡർ എന്ന പദവിയിൽ ഇരിക്കുകയും ചെയ്യുന്ന ശ്രീ വേലായുധൻ ശ്രീനന്ദനും, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ രൂപീകരണ വേദി തൊട്ട് ഇന്നും എല്ലാ ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഉണ്ണി, പാർട്ടിയുടെ അഭിഭാഷക സംഘടനയുടെ ദേശീയ പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് കെ ഷംസുദ്ദീൻ സാർ, പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലയുടെ അമരക്കാരനായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് ശ്രീ എം ടി രാജീവ്, പാലക്കാട് ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ ശ്രീനിവാസൻ കുറുപ്പത്ത്, പാർട്ടിയുടെ എറണാകുളം ജില്ലയുടെ പ്രസിഡന്റായി ദീർഘകാലം ഇരിക്കുകയും കുറച്ചുനാൾ നേതൃത്വപരമായി മാതൃക്കേണ്ടി വരികയും എന്നാൽ ഇപ്പോൾ പാർട്ടിയുടെ വീണ്ടും ജില്ലാ പ്രസിഡന്റായി ഇരിക്കുന്ന പാർട്ടിയുടെ ഒരു സീനിയർ ലീഡറായിട്ടുള്ള, അതോടൊപ്പം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നേതാജിയുടെ പേരിലുള്ള ഒരു സന്നദ്ധ സംഘടനയുടെ നേതാവ് കൂടിയായിട്ടുള്ള ഒരു സംഘാടകനായിട്ടുള്ള ശ്രീ എ ജി സുരേഷ് കുമാർ എറണാകുളം, പിന്നോക്ക സമുദായത്തിൻ്റെ മുന്നണി പോരാളി എന്ന നാമകരണത്തിന് അർഹനായിട്ടുള്ള, അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പിന്നോക്ക സമുദായത്തിന്, പ്രത്യേകിച്ച് വിശ്വകർമ്മ സമുദായത്തെ എല്ലാവിധ മേഖലയിലും, വിദ്യാഭ്യാസ മേഖലയിലും, തൊഴിൽ മേഖലയിലും, സാംസ്കാരിക സാമ്പത്തിക മേഖലയിലൊക്കെ തന്നെ തകർച്ച അനുഭവപ്പെടുമ്പോൾ അതിൽ നിന്നും അവരെ മോചിപ്പിക്കണമെന്നുള്ള അന്ത്യമായ ആഗ്രഹത്തോടുകൂടി പൊതുരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പിന്നോക്ക സമുദായത്തിൻ്റെ മുന്നണി പോരാളി സതീഷ് മാമ്പള്ളി, പാർട്ടിയുടെ സോഷ്യലിസ്റ്റ് ഓഫീസ് സെന്ററിന് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് ഒരു ഫോണും കൊണ്ട് ആൾക്കാരെ മൊത്തത്തിൽ വിളിച്ചുകൊണ്ട് പാർട്ടി ഈ സംഘടനയുടെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അമരത്തിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ ശ്രീ പി കെ ശാന്തകുമാർ എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാവരുടെയും പേര് വെച്ച് സാക്ഷ്യപ്പെടുത്തി പറയുന്നു, എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഹൃദയത്തിൽ ഒരു വ്യക്തി കൂടിയാണ് ശ്രീ പാർട്ടി. അതോടൊപ്പം തന്നെ വനിതാ രംഗത്ത് ഏറ്റവും കൂടുതൽ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിലെ വനിതകളെ മാത്രമല്ല അതിനേക്കാൾ ഉപരിയായിട്ട് ട്രേഡ് യൂണിയൻ രംഗത്ത് വനിതാ തൊഴിലാളികളെ, സ്ത്രീ തൊഴിലാളികളെയും മറ്റുള്ളവരെ സംഘടിപ്പിച്ചുകൊണ്ട് അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾ അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നിന്നും വേണ്ടി ഇന്ത്യയിൽ പാർലമെന്റിലും കേരളത്തിലെ നിയമസഭയ്ക്ക് മുന്നിലും അത്യുഗ്രമായ സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ സോഷ്യലിസ്റ്റ് മഹിളാ ജനതയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി പി കെ രാജമ്മ, അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ പാർട്ടിയുടെ ഒരു മുഖ്യാതിഥിയായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമ്മുടെ ശ്രീ ജി സതീഷ് കുമാർ. ഇന്ന് ഇവിടെ ഏരിയയുടെ സമ്മേളനം നടക്കുന്നത് ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് എന്നീ 4 ജില്ലകളിലെ മധ്യമേഖലാ സമ്മേളനമാണെങ്കിൽ കൂടിയും ഈ സമ്മേളനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ എപ്പോഴും നേതൃത്വത്തിന്റെ എല്ലാവിധ ഉപദേശങ്ങളും സപ്പോർട്ടും തന്നുകൊണ്ട് നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ജി സതീഷ് കുമാർ, കൊല്ലം ജില്ലയുടെ പ്രസിഡന്റ്. അദ്ദേഹവും ഈ പരിപാടിയുടെ ഇതിന് മുമ്പ് ഒരു പരിപാടി നടന്നപ്പോഴും അദ്ദേഹം ഇവിടെ പങ്കെടുക്കുകയുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ഈ കഴിഞ്ഞ ജൂൺ മാസം 6-ാം തീയതി നമ്മുടെ മുൻ സെക്രട്ടറി ജനറലായിരുന്ന ശ്രീ എം പി ജോയിയുടെ അനുസ്മരണ പരിപാടി അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ വേദിയിലുള്ള മറ്റു പ്രമുഖ വ്യക്തികളെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സംബന്ധിച്ച പോലെ OBCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ മാവേലിക്കര മാന്നാർന്ന് വരുന്ന ശ്രീ പി കെ കുമാർ ഈ സദസ്സിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു നേതാവായിട്ടുള്ള നമ്മുടെ OBCയുടെ തൃത്താല മണ്ഡലത്തിലെ പ്രസിഡന്റ് രാമകൃഷ്ണൻ വേദിയിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബാലചന്ദ്രൻ, ഈ സംഘടനയുടെ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ സജീവമായിട്ടുള്ള ബാലകൃഷ്ണൻ അടക്കമുള്ള ഈ സദസ്സിലുള്ള വേദിയിലുള്ള, അതോടൊപ്പം തന്നെ നമ്മുടെ സോഷ്യലിസ്റ്റ് മൈനോറിറ്റി സെന്ററിന്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള അത് നേതാവായിട്ടുള്ള വർഷങ്ങളായി പ്രസ്ഥാനത്തിന്റെ കാതും കരളുമായിട്ടുള്ള ശ്രീ ബേബി അടക്കമുള്ള നേതാക്കന്മാർ ഈ സദസ്സിലും വേദിയിലുമുണ്ട്. തെരഞ്ഞെടുപ്പ്
2014 ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളെക്കുറിച്ച്, ആ പദ്ധതികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം, മുൻപ് നടന്ന കോൺഗ്രസ് ഗവൺമെന്റുകളും ആ ഗവൺമെന്റുകളൊക്കെ തന്നെ ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളടക്കമുള്ളവ നടപ്പിലാക്കിയതിനുള്ള വൈകല്യങ്ങൾ, ആ വൈകല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളിലേക്ക് അവരാവശ്യമായ പണങ്ങൾ ലഭിക്കാത്തതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ജനതയായി ഇന്ത്യയിലെ ജനങ്ങൾ മാറിക്കഴിഞ്ഞു. അതിൽ നിന്നും ആ ജനത്തെ മോചിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയുടെ വിവരം ചെയ്ത ഭാരതത്തിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഫലമായി ഗ്രാമഗ്രാമങ്ങളിൽ പാവപ്പെട്ട ജനങ്ങളുടെ ഉദ്ധാരണത്തിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് 2014 മുതൽ 19 വരെയുള്ള കാലഘട്ടത്തിൽ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് തീർച്ചയായും രണ്ടാമതും മോദി 2019 അധികാരത്തിൽ വന്നത്. ആ 2019 അധികാരത്തിൽ വന്നതോടുകൂടി വീണ്ടും ജനങ്ങൾക്ക് ആവശ്യമായ ക്ഷേമ പദ്ധതികൾ പലതും അവതരിപ്പിക്കുകയുണ്ടായി. ഒരുപാട് ക്ഷേമ പദ്ധതികളിലൂടെ ആരോഗ്യപരമായ രംഗത്ത് ആയുഷ്മാൻ ഭാരത് അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. മറ്റേതൊരു ഗവൺമെന്റും ഈ രാജ്യത്ത്, ഈ ലോകത്ത് പോലും നടപ്പിലാക്കാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ നടപ്പിക്കുവാനുള്ള ഒരു കെൽപ്പുള്ള ഒരു ഗവൺമെന്റായി മാറി ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ 2024 പോലും ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് INDA മുന്നണിയുടെ എല്ലാ സർവ ആൾക്കാരെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള NDA ഗവൺമെന്റിനെതിരായിട്ടുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെതിരായിട്ടുള്ള എല്ലാ ശക്തികളെയും കൂടി ഒത്തുറപ്പിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ എപ്പോഴും തകർക്കുന്നതിന് വേണ്ടി എപ്പോഴും മുൻപിട്ടുള്ള ചൈനയും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ സാമ്പത്തികമായും മറ്റു പശ്ചാത്തലങ്ങളിലുമുള്ള പിന്തുണയോടുകൂടി ശ്രമിച്ചിട്ട് പോലും മോദിയെ പരാജയപ്പെടുത്തുവാനോ ദേശീയ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വോട്ടുകൾ കുറയ്ക്കുവാനോ പറ്റിയില്ല. കഴിഞ്ഞ 2019 ലഭിച്ചതിനേക്കാൾ 70 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടിയാണ് മോദി ഈ 2024 അധികാരത്തിൽ വന്നത്. സീറ്റുകൾ ചില ഏറ്റക്കുറച്ചിലുണ്ടായിട്ടുള്ളത് സത്യമാണ്. എങ്കിലും ജനപിന്തുണയിൽ 70% വോട്ടുകൾ 2019 2024 ആയപ്പോൾ വർദ്ധിച്ചു എന്ന് തന്നെ ഇന്ത്യയിൽ മോദി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളുടെ ഭാഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഈ ഗവൺമെന്റിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സജീവമായ പങ്കാളിത്തം വരുന്ന പ്രസ്ഥാനമാണ് നമ്മളത്. ഈ ദേശീയ ജനാധിപത്യ സഖ്യമെന്നുണ്ടാക്കുമ്പോൾ വാജ്പേയി ചെയർമാനും ശ്രീ ജനതാദളിന്റെ നേതാവായിട്ടുള്ള സോഷ്യലിസ്റ്റ് നേതാവ് ശ്രീ ജോർജ് ഫെർണാണ്ടസ് കൺവീനറുമായിട്ടുള്ള പ്രസ്ഥാനമാണ് അന്ന് ഉണ്ടായിരുന്നത്. ആ പ്രസ്ഥാനത്തിന്റെ ആദ്യകാലം മുതൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളും സോഷ്യലിസ്റ്റ് ജനതാദളും എന്നീ മുന്നണിയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മുന്നണിയുടെ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി ഇത് കണ്ണിലെ കൃഷ്ണമണി പോലെ ഇത് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കരുത്തോടുകൂടി നമ്മൾക്ക് മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ ഈ പാവപ്പെട്ട ജനങ്ങളുടെ സോഷ്യലിസ്റ്റ് ആചാര്യന്മാർ രാമനോഹർ ലോഹിയും ജയപ്രകാശ് നാരായണനും പറഞ്ഞിട്ടുള്ള വിവരം ചെയ്തിട്ടുള്ള ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഗവൺമെന്റ് മോദിയുടെ ഗവൺമെന്റ് 70 വയസ്സിന് മേലുള്ള എല്ലാവർക്കും ചികിത്സ പൂർണ്ണമായും സൗജന്യമായിരിക്കുകയാണ്. അത് 5 ലക്ഷം രൂപയുടെ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു പക്ഷേ ഏറ്റവും ഗുണകരമാണ്. നമ്മൾ ഒന്നാമത്തെ നമുക്ക് മനസ്സിലാക്കണം, 70 വയസ്സ് കഴിഞ്ഞവർ എപ്പോഴും ആശുപത്രികളെ ആശ്രയിക്കുന്നവരാണ്. കുടുംബപരമായി ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സമൂഹം ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും നമുക്കറിയാം 1000കണക്കിന് 10,000കണക്കിന് രൂപയാണ് പാവപ്പെട്ടവരിൽ നിന്ന് നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നേടിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ചികിത്സയ്ക്ക് വിധേയനാകുന്ന സാഹചര്യമില്ലാത്തപ്പോൾ ഗവൺമെന്റ് ആശുപത്രിയിലും മറ്റും നിന്നുകൊണ്ട് അവൻ ആവശ്യമായ മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങി ചികിത്സിക്കുവാൻ സാഹചര്യമില്ലാതെ വരുമ്പോൾ അവൻ മരണത്തിനടിമപ്പെടുകയാണ് ഉണ്ടായത്. പല പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളിലൂടെ മരുന്നുകളൊക്കെ വളരെ വിലക്കുറച്ച് നൽകുന്നതും അതോടൊപ്പം തന്നെ ഈ ആയുഷ്മാൻ ഭാരതിൽ 70 വയസ്സ് കഴിഞ്ഞവരെ ഉൾപ്പെടുത്തിയത് വഴി തീർച്ചയായും ഇവിടെ ആരോഗ്യരംഗത്ത് ഭയങ്കര ഒരു വിപ്ലവം സൃഷ്ടിക്കുവാൻ വേണ്ടിക്കുമെന്ന് മാത്രമല്ല ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കുവാൻ വേണ്ടിയുള്ള എല്ലാവിധ സഹായങ്ങളും ഈ ഗവൺമെന്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത്തരത്തിൽ നല്ലൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ദേശീയ ഗവൺമെന്റ് പോകുമ്പോൾ നിങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് വരണം. ഞാനും നിങ്ങളും നടക്കുന്ന സമൂഹം
ഇവിടെ ജനിക്കുന്ന ഒരു കുട്ടി ഈ നിമിഷം ഞാനും നിങ്ങളും മുമ്പിൽ അഭിമുഖീകരിക്കുമ്പോൾ ഒരു സെക്കൻഡിൽ അനേക കുട്ടികൾ ജനിക്കുന്ന ഒരു ഭാരതത്തില് ഈ ഭാരതത്തിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ 1,11,000 രൂപയ്ക്ക് കടമായിട്ടാണ് ആ കുട്ടികൾ ജനിക്കുന്നത്. എനിക്കും നിങ്ങൾക്കുമൊക്കെ തന്നെ 1,11,000 രൂപ കടപ്പെടുത്തിക്കൊണ്ട് നമ്മളെ പണയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഭരിച്ചിരിക്കുന്നത്. ആ ഗവൺമെന്റ് ഭരണപരമായിട്ടാണ് നിങ്ങൾക്കറിയാമോ തൊഴിലില്ലായ്മ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തൊഴിലില്ലായ്മ പോയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ഗോവയാണ്. 100 പേർക്ക് തൊഴിലില്ലാത്ത ഒരു സംസ്ഥാനമായി ഗോവ മാറിയപ്പോൾ കേരളം 7.5 7.7 പേർക്ക് 100 പേർക്ക് ജോലിയില്ല. അതേസമയം ആളോഹരി പരിശോധിച്ചാൽ വെറും 3.5% പേർക്ക് മാത്രമേ 100 പേർക്ക് 3.5%, അതായത് 3.5 പേർക്ക് മാത്രമേ ജോലി ഇല്ലാതുള്ളൂ. ബാക്കിയുള്ളവർക്ക് ജോലിയുണ്ട്. നമ്മൾക്കറിയാം ഇവിടെ ജോലിയില്ലാത്ത കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്നും എത്രയോ പേര് ഇവിടെ ജോലിക്ക് വന്നു. ഇപ്പൊ ബംഗാളിൽ വന്നു, ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ തൊഴിൽ വന്നിരുന്നവര് ഇപ്പോൾ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സംസ്ഥാനം വികസനത്തിന്റെ പാതയിലേക്ക് മാറിയപ്പോൾ ആ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ വികസന കുതിപ്പില് അവരും അതിന്റെ ഭാഗമായി. ആ ഭാഗമായപ്പോൾ ആ സംസ്ഥാനങ്ങളൊക്കെ തന്നെ വികസനത്തിന്റെ പാതയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലേക്ക് വരുന്നവരുടെ എണ്ണം കുറഞ്ഞു. കേരളത്തിലോ വികസന പദ്ധതികൾ ഒന്നും തന്നെ നടക്കുന്നില്ല. കേരളത്തിലെ വികസന കാര്യങ്ങളിൽ പുറകോട്ട് പോകുന്നു. ഏതെങ്കിലും ഒരു വ്യവസായം തുടങ്ങുവാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവന് തറക്കല്ലിടുന്നത് മുതൽ അവന് ഉദ്ഘാടനം വരെയും അതിനുശേഷവും അതിനെ നശിപ്പിക്കുവാനുള്ള, അവരെ ഇല്ലാതാക്കുവാനുള്ള, അവനത് കെട്ടിപ്പൂട്ടി പോകാനുള്ള സാഹചര്യത്തിലേക്കാണ് ഈ ഗവൺമെന്റും ഭരണകർത്താക്കളും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ യാതൊരുവിധ വികസനങ്ങളും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതോ തൊഴിലെടുത്ത് കൊടുക്കുന്നതിനുള്ള യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല. ഇന്നിവിടെ കേരളത്തിലെ വിലക്കയറ്റം എന്ന് പരിശോധിച്ചാൽ ഇന്ത്യ മഹാരാജ്യത്ത് 3.8% വില നിലവാരമെങ്കിൽ ഇന്ന് കേരളത്തില് 4.8% നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് 4.8% കാര്യം? കേരളത്തിൽ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ 2 രൂപ സെസ്സാണ്. നേരെ മറിച്ച് തമിഴ്നാട്ടിലേക്ക് പോയാലോ അതുപോലെ തന്നെ കർണാടകത്തിലേക്ക് മംഗലാപുരത്തേക്കും തെരഞ്ഞെടുപ്പ് പോയാലോ എന്തിന് പോണ്ടിച്ചേരിയുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ തലശ്ശേരിക്കും വടകരയ്ക്കും ഇടക്കിടക്കുന്ന മാഹിയിലേക്ക് പോയാലോ 10 രൂപ മുതൽ 5 രൂപ മുതൽ 10 രൂപയുടെ വ്യത്യാസത്തിൽ പെട്രോൾ അടിക്കാൻ പറ്റുന്നു. അതിനർത്ഥം എന്താണ്? കേരളത്തിൽ പെട്രോൾ വർദ്ധിപ്പിച്ചപ്പോൾ അതിന് സെസ് ഏർപ്പെടുത്തിയപ്പോൾ കേരളത്തിൽ ഇവിടെ വിലക്കയറ്റം ഉണ്ടായി. ശ്രീലങ്കയിൽ കഴിഞ്ഞറിയാം, ശ്രീലങ്ക ഗവൺമെന്റ് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ വന്നപ്പോൾ അതിനെ തരണം ചെയ്യുവാൻ അവർ ചെയ്തതെന്താണെന്നറിയാമോ? അവർ പെട്രോളിന്റെ പേരിൽ സെസ് ഏർപ്പെടുത്തുകയാണ് ഉണ്ടായത്. പെട്രോളിന്റെ പേരിൽ സെസ് ഏർപ്പെടുത്തിയപ്പോൾ തീർച്ചയായും അവിടെ സാധനങ്ങളുടെ വില വർദ്ധിച്ചു. അവിടെ സാഹചര്യങ്ങൾ മാറി. അത്തരം മാറിയതിന്റെ കാര്യത്തിലാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭങ്ങൾ അവിടെ ജനങ്ങളോട് നടത്തിയത്. അതേപോലെയാണ് ബംഗ്ലാദേശിലും നടന്നിട്ടുള്ളത്, നമ്മുടെ സമീപ രാജ്യങ്ങളിലൊക്കെ നടന്നിട്ടുള്ളത്. കേരളത്തിൽ ഏതാണ്ട് ഇവിടെ ജനങ്ങൾ പൊറുതി വിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ആശുപത്രികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ മരുന്നില്ല. പണ്ട് മരുന്നുകൾ കൊടുത്തിരുന്നു, ആശുപത്രിയിൽ മരുന്നില്ല. മാരകമായ രോഗങ്ങൾ കേരളത്തിൽ പലയിടത്തും മാറി മാറി വരുന്നു. ഇപ്പോഴും മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ തന്നെ പല വിധത്തിലുള്ള രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഫലമായി വിദേശ രാജ്യങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരാത്തതിന്റെ പേരിൽ ടൂറിസം രംഗം പോലും തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ ആലപ്പുഴയിലെ വള്ളംകളി, ആ വള്ളംകളി പോലും മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് നടത്തേണ്ടി വന്നു. ആലപ്പുഴയിൽ പോലും ഹൗസ് ബോട്ടുകളിലും മറ്റും യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. ഫോർട്ട് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഞാൻ ഫോർട്ട് കൊച്ചിയിൽ പോയപ്പോൾ അവിടെ ഒരു യാത്രക്കാർ വിദേശികൾ ആരും തന്നെ ഇല്ലാത്ത ഒരു ശ്മശാന മുഖതയായി ഇവിടെ കിടക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് ഈ കേരളത്തിലെ പിണറായി ഗവൺമെന്റ് പ്രവർത്തനപരമായിട്ടാണ്. അവർ ഈ കഴിഞ്ഞ 8 വർഷമായി പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ രാജ്യത്തെ കടക്കടിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെയും നിങ്ങളെയും ഒക്കെ തന്നെ പണയപ്പെടുത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ കട്ടുമുടിച്ചതിന്റെ ഫലമായി അവരുടെ സ്വകാര്യ ജീവിതങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിൽ അവരുടെ ഗവൺമെന്റിന്റെ അവസരങ്ങൾ നവീകരിക്കാനും അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ പണിയാനും പശുവിനെ വളർത്തുവാനും പശുവിന് AC ഇട്ട് കൊടുക്കുവാനും ഒക്കെയാണ് പണം വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുവാൻ, ഈ കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ള പടയാളികളായി നമ്മൾ വരേണ്ടതായിട്ടുണ്ട്. ആ പടയാളികളായി നമ്മൾ വരുമ്പോഴും ഏറ്റവും വലിയ പ്രചോദനമായിട്ടുള്ളത് കഴിഞ്ഞ 2014 ഇവിടെ മത്സരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് 16%. അതിൽ നിന്ന് നമുക്ക് 2016 വന്നപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് 12% കുറഞ്ഞിരുന്നു. ആ കുറഞ്ഞിരുന്നു അല്ല 2014 12%, 16
16% വർദ്ധിച്ച വോട്ടാണ് വീണ്ടും 19 നമുക്ക് കുറയുണ്ടായി. എന്നാൽ ഈ കഴിഞ്ഞ 2024 ഇവിടുത്തെ കേരളത്തില് 5 പേരെടുത്താൽ ഒരാൾ നമുക്ക് വോട്ട് ചെയ്തു. അതായത് 20% വോട്ടുകൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. ആ 20% എന്ന് പറയുന്നത് 3 മുന്നണികളാണ്. ആ 3 മുന്നണികളിൽ LDFനും UDFനും വോട്ട് വളരെയധികം താഴോട്ട് പോവുകയുണ്ടായി. അത്തരമൊരു സാഹചര്യത്തിലാണ് NDAയുടെ കുതിച്ചുകയറ്റം. ആ കുതിച്ചുകയറ്റത്തിന്റെ ഫലമായിട്ടാണ് ഈ തൃശ്ശൂർ നമുക്കൊരു പാർലമെന്റ് അംഗത്തെ ഉണ്ടായത്. ആ പാർലമെന്റ് മണ്ഡലം മന്ത്രിയായത് മാത്രമല്ല, മറ്റൊരു ഇനാമന്തിന് ഒന്നിനൊന്നെന്ന് പറയുന്ന പോലെ നമ്മുടെ ജോർജ് കുര്യനും മന്ത്രിയായുണ്ടായി. കേരളത്തിന്റെ വികസന കുതിപ്പിന് വേണ്ടി അവരുടെയൊക്കെ സഹായങ്ങൾ നമുക്കുണ്ടാകും. അത്തരം പ്രവർത്തനത്തിലൂടെ ഇനിയും കേരളത്തിൽ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുണ്ട്. അടുത്ത വർഷം ഒക്ടോബർ നവംബറോടുകൂടി നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനും തദ്ദേശ സ്ഥാപനങ്ങളിൽ നമ്മളെ അധികാരം കൈയാളിക്കൊണ്ട് പാവപ്പെട്ടവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഒരു പ്രവർത്തനത്തിൽ രൂപപ്പെടുത്തണം. അതോടൊപ്പം തന്നെ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും NDAയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയിരിക്കും ഇവിടെ അധികാരത്തിൽ വരിക എന്നുള്ള യാതൊരു സംശയമില്ല. ഒരുപക്ഷെ ഇവിടുത്തെ ഇനിയിപ്പോൾ അതായത് ലോകസഭയിലേക്കും നിയമസഭയിലേക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് ഇലക്ഷൻ നടത്താനുള്ള പരിപാടിയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ വരുന്ന 2026 ഇലക്ഷൻ നടന്നാൽ വീണ്ടും 2029 മറ്റൊരു ഇലക്ഷൻ കൂടി നടക്കും. കാര്യം അന്ന് ലോകസഭയിലേക്ക് ഇലക്ഷൻ നടക്കുന്നത് അടുത്ത 2029 ആ 2029 ഇലക്ഷൻ നടക്കുമ്പോൾ തീർച്ചയായും കേരളത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നടന്നാലും 3 വർഷം കാലാവധിയോടുകൂടി വീണ്ടും ഒരു ഇലക്ഷൻ വരാൻ സാധ്യത. അത്തരം ഒരു സാഹചര്യങ്ങൾക്ക് വരുമ്പോൾ അതിനെ നമ്മൾ തീർച്ചയായും വളരെ നല്ല രീതിയിൽ കണ്ടുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എല്ലാ രീതിയിലും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് നമുക്ക് NDA ഗവൺമെന്റിനെ കൊണ്ടുപോകുന്ന രീതിയിൽ കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാവണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങൾക്കോട് പറയാനുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ സംഘടനാപരമായ കാര്യങ്ങൾ പറയുമ്പോൾ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ അത്രയും തന്നെ ഒരു ജനതാദൾക്കാരനായി വളർന്നു വന്നിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ പാർട്ടി മറ്റൊന്ന് മുമ്പത്തേക്കാളൊക്കെ വളരെ ഊർജ്ജലമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മുടെ പാർട്ടിയിലുണ്ടായിരുന്ന ചിലവരെ വന്നവരൊക്കെ തന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ പാർട്ടിയെ വിനിയോഗിക്കാൻ പലരും നമ്മളെ സമീപിച്ചപ്പോൾ ഒരു കാരണവശാലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ പാർട്ടി വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. ഇവിടുത്തെ പിന്നോക്ക സമുദായത്തിനെ സംഘടിപ്പിച്ചപ്പോൾ ചിലവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നമ്മളെ ഈ പിന്നോക്ക സമുദായത്തിൻ്റെ OBCയെ സംബന്ധിച്ചിടത്തോളം OBC പ്രസ്ഥാനങ്ങളാണ് രാജ്യത്തിന് കരുത്ത്. സോഷ്യലാചാരനായിട്ടുള്ള രാമനോഹർ ലോഹി പറഞ്ഞിരിക്കുന്നത് ഈ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യ മഹാരാജ്യത്ത് ജാതിയുമായി സംഘടിച്ചുകൊണ്ട് തന്നെ ആ സംഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ആ സംഭരണത്തിന്റെ അവകാശങ്ങൾ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങൾക്ക് പിന്നോക്ക സമുദായം മുന്നിട്ടിറങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പക്ഷേ നമ്മൾ പിന്നോക്ക സമുദായത്തെ സംഘടിപ്പിക്കുവാനും വിശ്വകർമ്മ സമുദായത്തെ പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് വിശ്വകർമ്മ സമുദായം. ആ വിശ്വകർമ്മ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 68% പേരും LDF വോട്ട് ചെയ്യുന്നവരാണ്. LDF വോട്ട് ചെയ്യുന്ന പാരമ്പര്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിശ്വാസികളായിട്ടുള്ള ആ 68% വോട്ടിലും ഒരു മാറ്റവും പറ്റില്ല എന്നും അത് താങ്കൾക്ക് ലഭിക്കുമെന്നും ഇവർക്ക് ആനുകൂല്യം കൊടുത്താലും കൊടുത്തില്ലേലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ. ആയതുകൊണ്ട് തന്നെ അവരാരും തന്നെ പരിഗണിക്കപ്പെടുന്നില്ല. ഇവിടെ ഏതാണ്ട് 36 ലക്ഷത്തോളം വരുന്ന വിശ്വകർമ്മ സമൂഹമുണ്ട് കേരളത്തിൽ. ആ വിശ്വകർമ്മ സമൂഹത്തിന് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ NDA അടക്കമുള്ള UDFും LDFും അടക്കം ഒരു വിശ്വകർമ്മനെ പോലും സ്ഥാനാർത്ഥിയാക്കിയില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് എത്രയാണ്? 6 ലക്ഷം. അതായത് 12 ലക്ഷത്തോളം ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ടുള്ളപ്പോൾ 6 ലക്ഷം വോട്ട് കിട്ടിയവൻ ജയിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് വോട്ടുണ്ട്. പക്ഷേ 12 ലക്ഷം വോട്ടുകൾ വെച്ചുകൊണ്ട് 36 ലക്ഷത്തോളം വിശ്വകർമ്മരുള്ള കേരളത്തിൽ 3 പാർലമെന്റ് അംഗങ്ങളെ ജയിപ്പിക്കുവാനുള്ള ശക്തിയുള്ള വിശ്വകർമ്മ സമുദായത്തെ എന്തുകൊണ്ട് ഈ കേരളത്തിലെ മുന്നണികൾ തഴഞ്ഞു? അത് മാത്രമല്ല, ഇന്ത്യയിലെ കോടിക്കണക്കിനുള്ള വിശ്വകർമ്മര് നിങ്ങൾക്കറിയാമോ, ആന്ധ്രയിലും ഗുജറാത്തിലും കർണാടകത്തിലുമൊക്കെ വിശ്വകർമ്മ സമുദായത്തിൽ ഇതിന്റെ ഈ ശതമാനമല്ല, അനവധി ശതമാനം ആൾക്കാർ കേരളത്തേക്കാൾ റേഷ്യോ കൂടുതലുണ്ട്. എന്നിട്ട് പോലും ജാർഖണ്ഡിൽ നിന്നും ഒരൊറ്റ MP ആണ് വിശ്വകർമ്മന്റെ, ഒരൊറ്റ MP മാത്രമാണ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ജയിക്കപ്പെട്ടത്. അത്രയധികം പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് വിശ്വകർമ്മ സമൂഹം. അവരെ മുന്നണി പോരാളെ കൊണ്ടുവരുന്നതിനുള്ള പ്രയത്നത്തിൽ നമ്മൾ ആരോടും വ്യക്ത താല്പര്യങ്ങളല്ല. രാമനോഹർ ലോഹി പറഞ്ഞിട്ടുള്ള സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നോക്ക സമുദായത്തിനെ സംഘടിപ്പിക്കുവാനുള്ള ബാധ്യത ഏറ്റെടുത്തുകൊണ്ട്
തീർച്ചയായും അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നു. ഈ പാർട്ടിയുടെ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന പലരും വിവിധ സമുദായത്തിലുള്ളവരാണ്, വിശ്വകർമ്മരല്ല. ഞാൻ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഈഴവ സമുദായത്തിൽപ്പെട്ടിട്ടുള്ളവരാണ്. ഈ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള ശ്രീ വേലായുധൻ ശ്രീനന്ദനം അദ്ദേഹം ഒരു നായർ സമുദായത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ശ്രീ മുഹമ്മദ് ഉണ്ണി അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ലോയർ സെൻട്രൽ ദേശീയ പ്രസിഡന്റ് ഷംസീദ് സാർ ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. പാലക്കാട് ജില്ലയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്രീനിവാസൻ കുറുപ്പ് നായർ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ വിവിധ സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും ഒറ്റക്കെട്ടായി വിശ്വകർമ്മ സമുദായത്തെ സംഘടിപ്പിക്കുവാനും അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിൽ തീർച്ചയായും കൂടായിട്ടും വളരെ ആത്മാർത്ഥതയോട് നമ്മൾ നിന്നിട്ടുണ്ട്. അതിന്റെ പോരാട്ടം വന്നപ്പോഴാണ് വിശ്വകർമ്മ സമുദായം രാഷ്ട്രീയമായി സംഘടിക്കണമെന്ന് ഇവിടുത്തെ വിശ്വകർമ്മ സമുദായത്തിന് പോലും തോന്നി. അതുവരെ വിശ്വകർമ്മ സമുദായത്തിന്റെ പേരിൽ പാർട്ടികൾ ഉണ്ടാക്കാൻ വരുന്ന ധൈര്യം ഒരു സമുദായം കാണിച്ചില്ല. ഇന്ന് വിശ്വകർമ്മ സമുദായം രാഷ്ട്രീയമായി സംഘടിക്കണമെന്നും അവകാശങ്ങൾ നേടിയെടുക്കണമെന്നുള്ള പ്രചോദനം ഉണ്ടാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് നാളുകളുടെ പരിശ്രമകരായി ആ പരിശ്രമ സമരങ്ങൾക്കൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചിട്ടുള്ളത് ഈ പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ MD രാജീവും അതോടൊപ്പം തന്നെ നമ്മുടെ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഓഫീസ് സെന്ററിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ടുള്ള PK ശാന്തകുമാറും അതിന് ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഫലമായിട്ടാണ് ആ പിന്നോക്ക സമുദായത്തെ നമ്മൾ ഇവിടെ അണിനിരത്തുവാൻ പറ്റിയത്. നമ്മൾ പിന്നോക്ക സമുദായത്തിന്റെ വിശ്വകർമ്മ സമുദായത്തിന്റെ സംഗമങ്ങൾ പല ജില്ലകളിൽ നടത്തി. കൊല്ലം ജില്ലയിൽ നടത്തിയ സംഗമത്തിന് ശ്രീ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അവിടെ നമ്മുടെ ജവഹർ ബാലവന്നിട്ടാണ് നടത്തിയത്. അന്ന് എനിക്ക് വളരെ രസം തോന്നിയത് 3 യോഗങ്ങളാണ് നടത്തിയത്. താല്പര്യം കൂടി സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ടാണ് ശ്രീമതി VK രാജമ്മയടക്കമുള്ള ട്രേഡ് യൂണിയൻ നേതാവായിട്ടുള്ള ശ്രീമതി VK രാജമ്മയടക്കമുള്ള നമ്മുടെ പ്രസ്ഥാനത്തിന് കാവലാളന്മാരായി വന്നിരിക്കുന്നത്. അവരെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അത്ര മുന്നോട്ടുള്ള പ്രയത്നത്തിൽ നിങ്ങൾ തീർച്ചയായും അതിനോട് ഒന്നിരിക്കണം. കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാനുള്ള സമയപരിമിതികളുണ്ട്. എനിക്ക് ശേഷം പാർട്ടിയുടെ സീനിയർ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ വേലായുധനും ശ്രീ മുഹമ്മദ് ഉണ്ണിയും അതോടൊപ്പം തന്നെ നമ്മുടെ അഭിഭാഷക സംഘടനയുടെ ദേശീയ പ്രസിഡന്റായിട്ടുള്ള ഷംസുദ്ദീൻ സാറും അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ സതീശൻ കൊല്ലം, ശ്രീ MD രാജീവ് തൃശ്ശൂർ, ശ്രീ ശ്രീനിവാസൻ കുറുപ്പ് പാലക്കാട്, ശ്രീ ND സുരേഷ് കുമാർ എറണാകുളം, അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിൻ്റെ ഓഫീസ് സെന്ററിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK ശാന്തകുമാർ അടക്കമുള്ള അതോടൊപ്പം തന്നെ നമ്മുടെ മംഗലാചരണ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി PK രാജമ്മ അടക്കമുള്ള നേതാക്കന്മാർ ഈ വേദിയിലും സദസ്സിലുമൊക്കെ ഉണ്ട്. അവരൊക്കെ തന്നെ കൂടുതൽ സംസാരിക്കാൻ വേണ്ടി അവരുടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ പിന്നോക്ക സമുദായത്തിന്റെ വിശ്വകർമ്മ സമുദായത്തിന്റെ സംഘടനാ രൂപീകരണത്തിന് അന്നും ഇന്നും ഏത് വേദിയിലൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുള്ള ത്യാഗം അനുഭവിച്ചുകൊണ്ട് വെളുപ്പാങ്കാലത്ത് തന്നെ വീട്ടിൽ നിന്ന് ഉടപെട്ട് എടുത്ത ഒരു വ്യക്തിയാണ് ശ്രീ നമ്മുടെ വാങ്ങാറിൽ നിന്ന് വന്നിട്ടുള്ള ശ്രീ PK കുമാർ അടക്കമുള്ള എല്ലാ നേതാക്കളും ഇവിടെ സംസാരിക്കാറുണ്ട്. നമ്മുടെ തൃത്താലയിലെ രാമകൃഷ്ണൻ അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വാതന്ത്ര്യം പറയാനുള്ള സമയത്തിന് വേണ്ടി ഞാൻ വഴിമാറി തരികയാണ്. അതിനുവേണ്ടി ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ